ചെത്തിക്കടപ്പുറത്ത് കേട്ടോ. ചെത്തിക്കടപ്പുറത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. നല്ല ആംബിയൻസ് ഉള്ള ഒരു ബീച്ചാണ്. മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും ചൂണ്ടയിടലുകാർ കൂടുതലുള്ള ഒരു ബീച്ചാണ് ഈ ചെത്തിക്കടപ്പുറം എന്ന് പറയുന്നത്. നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ്, തിരുപ്പളം ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചെത്തിക്കടപ്പുറമാണ് ഈ കാണുന്നത്. നിരവധി സിനിമകളിൽ, പ്രത്യേകിച്ച് അനിയത്തിപ്രാവിലൊക്കെ ഇന്നസെൻ്റ് ഏട്ടൻ്റെയൊക്കെ വീടും ആ പാട്ട് സീനൊക്കെ നടന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആലപ്പുഴയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. ബീച്ചെന്നുള്ള നിലയിലല്ല ഈ ഒരു ചെത്തിക്കടപ്പുറം ഫേമസ് ആയിട്ടുള്ളത്. മത്സ്യബന്ധന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്ഥലം ഫേമസ് ആയിട്ടുള്ളത്. ആ ഭാഗത്തൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാം. മിക്ക സമയത്തും ഇവിടെ മറ്റേ ചാകരയൊക്കെ നടക്കുന്നതാണ്. ഈ അടുത്ത കാലത്തും ചാകര ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പൊന്തുവള്ളങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കണ്ട കടലിൻ്റെ അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം മീൻ പിടുത്തക്കാരൊക്കെ ഇത് ഇപ്പോഴും ഉണ്ട് അവിടെ. കണ്ടോ, ഇതങ്ങ് അകലെയായിട്ട് ഒരെണ്ണം കാണാം കേട്ടോ. ഇത്തിരി വലിയ ബോട്ടാണ്. അങ്ങ് അകലെയാണ് കേട്ടോ. അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത്ര അകലെന്ന് നമ്മൾ പിടിച്ചത് കേട്ടോ. നമ്മളിത് ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഈ കടപ്പുറത്തൊക്കെ ഇടുന്ന, ഇതിൻ്റെ പേരുണ്ട്, ഞാൻ മറന്നുപോയി. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. ഈ സാധനം ഉണ്ടാക്കുന്നത് ഈ ചെത്തിക്കടപ്പുറത്താണ് കേട്ടോ. ഇതിവിടെ ആ ഭാഗത്തായിട്ടൊക്കെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇത് കണ്ട് മൊത്തം 12,000 പീസ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അതിനകത്ത് 4,000 എണ്ണവേ നിലവിലായിട്ടുള്ളൂ എന്നാണ് ഇവിടെയുള്ള ഒരാൾ പറഞ്ഞത്. ഇതൊക്കെ ഇതിനകത്ത് മറ്റേ അതിൻ്റെ അച്ചാണ് ഇതിനകത്ത് ഒഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പൊളിച്ചതാണ്. ഇത് മാറ്റിയിട്ടിരിക്കുക. ഇതിനകത്ത് വെച്ചാണ് ഈ സാധനം പൊട്ടിച്ചാണ് ഇങ്ങനെ കുറേ എണ്ണം നിരത്തിയിട്ടിരിക്കണത്. ഇതുണ്ട്. ഈ മുമ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും ഇതൊന്നും കാണത്തില്ലായിരുന്നു ഈ കടകൾ. ഇതൊക്കെ താൽക്കാലിക കടകളാണ്. ഇപ്പോൾ ഈ മീൻ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഈ ചെറിയ തട്ടുകടകളൊക്കെ ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ ഒരു കുരിശടിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചില്ല. ആ കുരിശടി നമ്മുടെ ആ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കുരിശടിയാണ് കേട്ടത്. അവിടെയൊക്കെ പരുന്തുകളൊക്കെ വട്ടമായിട്ട് പറക്കുന്ന നോക്കിയേ.
അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ സിനിമയിലെ വെണ്ണില കടപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ഇല്ലായിരുന്നു, ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ. അന്ന് ഇവിടെ റോഡില്ല, അതിനുശേഷമാണ് ഈ റോഡൊക്കെ ഇവിടെ വന്നത് കേട്ടോ. മുമ്പ് അന്നുണ്ടായിരുന്ന കുരിശാണ് ഇവിടെ, അതിപ്പോൾ വീണ്ടും അടുത്ത് പുതുക്കി പണിയാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ ചെത്തി കടപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ മാരാരിക്കുളത്തിനും അർത്തുങ്കലിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ ചെത്തി എന്ന് പറയുന്നത്. ഏകദേശം കണിച്ചുളങ്ങര ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ചെത്തി കടപ്പുറം, ചെത്തി ബീച്ച് വരുന്നത്. ഇപ്പോൾ തിരക്കുള്ള ആലപ്പുഴ ബീച്ചിൽ നിന്നും മാറി തിരക്ക് കുറഞ്ഞ ബീച്ചുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ബീച്ചാണ് നമ്മുടെ ഈ ചെത്തി ബീച്ച് എന്ന് പറയുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു ചെത്തി ഹാർബറും അതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്. മൻസൂർ മുഹമ്മദ്.